പ്രകടന പത്രികയിലെ വിവാദം മുഖ്യമന്ത്രിക്ക് തോമസ് ഐസക് കൊടുത്ത പണിയെന്ന് രമേശ് ചെന്നിത്തല. LDFിന്റെ പ്രകടന പത്രികയിൽ വിവാദമായ ബഫർ സോൺ കാര്യം ഉൾപ്പെടുത്തിയത് പിണറായി വിജയന് തോമസ് ഐസക് കൊടുത്ത പണിയാണെന്ന് രമേശ് ചെന്നിത്തല. ഒരു മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം തിരുത്തേണ്ടി വരുന്നത് ആദ്യമായാണെന്നും ചെന്നിത്തല പറഞ്ഞു. താൻ കഴിഞ്ഞ ദിവസം ചെന്നൈ മെയിലിൽ യാത്ര ചെയ്യുമ്പോൾ ഒപ്പം തോമസ് ഐസക്കും ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മാനിഫെസ്റ്റോ തയ്യാറാക്കുകയാണെന്ന്. അതിലാണ് തെറ്റുവന്നത്. പിണറായിക്ക് ഐസക് ഒരു പണി കൊടുത്തതാണോ എന്ന് തോന്നാൻ ഇതാണ് കാരണം. സാധാരണ ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിക്കുന്നയാളാണ് മുഖ്യമന്ത്രി. സ്വന്തമായി എന്തെങ്കിലും പറഞ്ഞാൽ അത് കോന്നിയിൽ പറഞ്ഞ പോലെ വീട്ടിൽ പോയി പറയാൻ എന്നാകുമെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു. തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിന് സീറ്റ് നൽകുമെന്ന് സജീവമായ ചർച്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ വിവാദമായ ബഫർ സോൺ വിഷയത്തിൽ LDFിന്റെ നിലപാട് തന്നെയാണ് പത്രികയിൽ പറഞ്ഞതെന്ന് ചെന്നിത്തല ആരോപിച്ചു. നിയമസഭയിൽ സർക്കാർ നിലപാട് ഇതായിരുന്നു. UDF ശക്തമായി എതിർത്ത് ഒഴിവാക്കിയ കാര്യമാണ് പ്രകടന പത്രികയിൽ വീണ്ടും വന്നത്. കുടിയേറ്റ കർഷകരോടുള്ള LDFിന്റെ നിലപാടാണ് ഇതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട G സുധാകരൻ ഹൈക്കോടതിയിൽ. മണ്ഡലത്തിലെ 195 ബൂത്തുകൾക്കും സംരക്ഷണം നൽകണമെന്നും അമ്പലപ്പുഴയിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധാകരൻ ആവശ്യപ്പെട്ടു. തനിക്ക് വോട്ട് ചെയ്യുന്നത് തടയുമെന്ന ഭീഷണിയുണ്ടെന്നും അതിനാൽ സുരക്ഷിതമായി വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണമെന്നുമാണ് ആവശ്യം. വൈക്കത്ത് CPI ഓഫീസിന് മുന്നിൽ കർഷകൻ ജീവനൊടുക്കി, നേതാക്കൾക്കെതിരെ വീഡിയോ. വൈക്കം തലയാടം CPI ഓഫീസിന് മുന്നിലെ LDFിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കർഷകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കർഷകൻ CPIയെയും പ്രാദേശിക നേതാക്കളെയും വിമർശിച്ച സമൂഹമാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചിരുന്നു. തന്റെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം CPI നേതാക്കൾ വഞ്ചിക്കുകയാണെന്നും പല ഘട്ടങ്ങളിലായി തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതായും വീഡിയോയിൽ ആരോപിക്കുന്നു. കൃഷിമന്ത്രി P പ്രസാദിനെ കാണാൻ പലതവണ ശ്രമിച്ചെങ്കിലും അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ലെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. CPIയുടെ കൊടുംവഞ്ചന തിരിച്ചറിയണമെന്നും ആവശ്യപ്പെടുന്നു. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് BJP കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ജൈവ കർഷകൻ പക്ഷാഘാതം പിടിപെട്ട് വീൽചെയറിലിരുന്നാണ് കൃഷികാര്യങ്ങൾ നോക്കിയിരുന്നത്. 1996 മുതലുള്ള രാഷ്ട്രീയ പകപോക്കലുകളെക്കുറിച്ചും നേതാക്കളുടെ കമ്മീഷൻ ഇടപാടുകളെക്കുറിച്ചും വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം അവസാനിച്ചതിന് പിന്നാലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലും CPMനെ വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJPയും CPMും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പലതുണ്ട്. അതിലൊന്ന് 2 കൊടികളിലുമുള്ള മുഖങ്ങളാണെന്നാണ് കൊട്ടിക്കലാശത്തിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. പ്രചാരണത്തിന്റെ സമാപനം കുറിച്ച് ആവേശം വാനോളം ഉയർത്തി കൊട്ടിക്കലാശം. BJPയും CPMും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പലതുണ്ട്. അതിലൊന്ന് ഇതാണ്: ഞങ്ങളുടെ കൊടികളിൽ അഭിമാനമായി തെളിയുന്നത് ഭാരതത്തിന്റെ വീരപുത്രൻ ഛത്രപതി ശിവജിയാണ്. എന്നാൽ മാർക്സിസ്റ്റുകാർക്കാകട്ടെ ഇന്നും ഒരു വിദേശിയെ, ചിഗുവേരയെ മാതൃകയായി കടമെടുക്കേണ്ടി വരുന്നുവെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കുറിച്ചത്. BJPക്ക് വേണ്ടി മത്സരത്തിനിറങ്ങുന്ന 2 യുവതുർക്കികൾ ഇക്കുറി അമ്പരപ്പിക്കുമെന്നുള്ള ചർച്ചകൾ സജീവം. അതിൽ ഒരാൾ കോഴിക്കോട് നിന്നും മത്സരിക്കുന്ന T റനീഷും തിരുവല്ലയിൽ നിന്ന് മത്സരിക്കുന്ന അനൂപ് ആന്റണിയുമാണ്. 2016 അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് BDJS സ്ഥാനാർത്ഥിയായപ്പോൾ 31,000-ൽ പരം വോട്ടുകൾ പിടിച്ച മണ്ഡലമാണ് തിരുവല്ല. പിന്നീട് 2016 BJP സ്ഥാനാർത്ഥിയായി അശോകൻ കുളനട മത്സരിച്ചപ്പോൾ 22,674 മാറി. ഇക്കുറി നരേന്ദ്രമോദിയുടെ പിൻബലം കൂടി വന്നതോടെ അനൂപ് ആന്റണി വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് തിരുവല്ലയിൽ. യുവത്വത്തിന്റെ ഈ കുതിപ്പിൽ 2021 ഏകദേശം 6,500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മാത്യു ടി തോമസിന് അടിപതറുമോ? അനൂപ് ആന്റണിയുടെ ചുറുചുറുക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയസാധ്യതയ്ക്ക് പിന്നിലെന്നും എല്ലാ വിഭാഗം വോട്ടർമാരെയും ഒരുപോലെ ആകർഷിക്കാൻ അനൂപിന് സാധിക്കുന്നെന്നുള്ള വിലയിരുത്തലുകളുമുണ്ട്. അഹമ്മദ് ദേവർകോവിൽ എന്ന LDFകാരനായ MLAയോടാണ് റനീഷ് പൊരുതുന്നത്. കഴിഞ്ഞ തവണ 12,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ദേവർകോവിൽ ജയിച്ചത്. ലീഗിന്റെ നൂർബിന റഷീദിനെയാണ് അട്ടിമറിച്ചത്. അവിടെയെന്ന് മത്സരിച്ച നവ്യ ഹരിദാസ് 24,000-ൽ പരം വോട്ടുകൾ നേടിയിരുന്നു. മതം പറഞ്ഞ് വോട്ട് വിഭജിക്കാൻ എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ താൻ അതിനെയൊക്കെ അതിജീവിക്കുമെന്നാണ് റനീഷ് പറയുന്നത്. ഭദ്രകാളിയെ വെച്ച് കളിച്ചതെന്നും വ്യാജ പ്രചാരണങ്ങൾക്കുള്ള ശിക്ഷ ഭദ്രകാളി കൊടുക്കുമെന്നും വിശ്വാസി സമൂഹത്തിന്റെ വോട്ട് മുഴുവൻ വിശ്വാസ സംരക്ഷകനായ തനിക്ക് ലഭിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ. മുല്ലൂർ അമ്പലത്തിലെ ഭദ്രകാളിക്ക് ശക്തിയുണ്ടെങ്കിൽ അതിന്റെ ഫലം ലഭിക്കുമെന്നാണ് കടകംപള്ളി പറഞ്ഞത്. മുല്ലൂർ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന വിഷ്ണുപോറ്റി ജീവൻ ഒടുക്കിയത് കടകംപള്ളി സുരേന്ദ്രന്റെ ആചാര ലംഘനം ചോദ്യം ചെയ്തതിനെ തുടർന്ന് CPM പ്രവർത്തകർ നടത്തിയ മാനസിക പീഡനത്തെ തുടർന്നാണെന്നുള്ള വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രതികരിക്കുകയായിരുന്നു സുരേന്ദ്രൻ.